TNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 14.5 സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട്ടിൽ വെള്ളത്തിലായിട്ട് ബോർവെൽ കണക്ഷനാണുള്ളത്, കുഴൽ കിണറാണുള്ളത്. അതുപോലെ തന്നെ മെയിൻ റബ്ബറൈസ്ഡ് റോഡാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത്, ഒരു അതിര് വരുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ റബ്ബറൈസ്ഡ് റോഡാണ്. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇതിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണായിന്ന് പെരുമ്പലം പോകുന്ന വഴിയാണിത്. പാണായിന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ ദൂരപരിധി മാത്രം. പെരുമ്പലം റൂട്ടിൽ വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വെറ്റിലപ്പാറ തൊട്ടടുത്തൊക്കെ ബിൽഡിങ്ങുകളുണ്ട്. നമുക്ക് ബിൽഡിംഗ് സൈറ്റായിട്ട് വേണമെങ്കിൽ ഭാവിയിൽ അങ്ങനെയും ഉണ്ടാവാം. അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളൊക്കെ കയറ്റാം. എന്തെങ്കിലും കാലത്ത് പെര തട്ടിയിട്ട് ക്വാർട്ടേഴ്സ് പർപ്പസിനൊക്കെ അനുയോജ്യമാണ്. നിലവിൽ വാസയോഗ്യമായിട്ടുള്ള 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു കിഡിലൻ വീട് തന്നെയാണ്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ വെട്രിഫൈഡ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ സെറ്റിംഗ് ഏരിയ ഒക്കെ ടൈൽ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് 2 എൻട്രൻസ് ആണ് വരുന്നത്. ഒന്ന് ഓഫീസ് റൂമിലേക്ക്, ഒന്ന് ഹാളിലേക്ക്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. നേരെ ഫ്രണ്ട് വരുന്നത് റബ്ബറൈസ്ഡ് മെയിൻ റോഡാണ്. കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോർ വരുന്നത്. ഫുള്ള് പ്ലാവിൻ്റെ കാതിലാണ്. വീട്ടിലെ ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികളെല്ലാം നല്ല കാതിൽ വെച്ചിട്ട്, വുഡിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ഹാളാണ്. ഈ ഹാളിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കടപ്പയാണ്. കടപ്പയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പുതിയ വീടല്ല, വീടിന് കുറച്ചൊരു പഴക്കമുണ്ട്. എങ്കിൽ കൂടി പാർട്ടി ഉദ്ദേശിക്കുന്ന വില ഏകദേശം നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഏകദേശം ഇവർ ചോദിക്കുന്ന വില വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് ഏകദേശം ഈക്വലാണ്. അപ്പോൾ വീടിന് കാര്യമായിട്ട് വില പ്രതീക്ഷിക്കുന്നില്ല, കാര്യമായിട്ട് ആ സ്ഥലത്തിൻ്റെ ഉള്ളൂ. എങ്കിൽ കൂടി നല്ല സൗകര്യമുള്ള വീടാണ്. 3 ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത്. 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് ഒരു ലിവിംഗ് കം ഓഫീസ് റൂമുണ്ട്, കിച്ചൺ, വർക്ക് ഏരിയ, കോമൺ ബാത്റൂം, അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീട്. ഹാളിൽ തന്നെ സൈഡിലായിട്ടൊരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഷോക്കേസുകളൊക്കെ ഉണ്ട്. ഇതാണ് ഓഫീസ് കം ലിവിംഗ് റൂം. വലിയ റൂമാണ്. അടിഭാഗം കടപ്പയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ തേപ്പിൽ നല്ല കർവ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് പുറത്ത് സിറ്റ് ഔട്ടിലേക്കുള്ള ഡോറാണ്. ഇവിടെയൊക്കെ ഷോക്കേസ് ഉണ്ടോ. ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട്. ചെറിയ ഇടുങ്ങിയ റൂമുകളല്ല, 10x11 10x10 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ്. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിൽ ഇതാ ഷോക്കേസ് അലമാരയൊക്കെ ഉണ്ട്. ബാത്റൂം പുതിയ മോഡൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിലെ മറ്റൊരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമൊക്കെ അവർ പുതിയതായിട്ട് റിനോഗ്രേഷൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ പുതിയ രീതിയിലുള്ള ടൈലുകൾ, അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഈ വീടിന് കുഴപ്പമൊന്നുമില്ല, നല്ല കെട്ടുറപ്പുള്ള വീട് തന്നെയാണ്. ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ കഴിയും. ഇത് കണ്ടോ, ഇതിൻ്റെ ഡോറുകളൊക്കെ ഫുള്ള് വുഡിൻ്റെ കാതിൽ വെച്ചിട്ടാണ്, നല്ല പ്ലാവിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികളൊക്കെ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം വരുന്നത്. പുതിയ രീതിയിലുള്ള ടൈലുകൾ, ക്ലോസറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഭംഗിയുള്ള മെയിൻ റബ്ബറൈസ്ഡ് റോഡിനോട് ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇത് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമിലും മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കാണുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. വലിയ രീതിയിലുള്ള കിച്ചണാണ്. കിച്ചണിൽ സ്റ്റോർ റൂമുണ്ട്, ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ബ്ലാക്ക് തീം കളറിലുള്ള ടൈലാണ് ചുമരിൽ ഒട്ടിച്ചിട്ടുള്ളത്. കിച്ചൺ സ്ലാബിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അലമാരുണ്ട്. മുകൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു വാഷിംഗ് ഏരിയ, കിച്ചൺ സിങ്ക് സെപ്പറേറ്റ് വിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആലുവ പുകയില്ലാത്ത അടുപ്പ്. ചുമരിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, നല്ല സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. സാധാരണ ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഉൾഭാഗത്ത് തന്നെ 3 ബാത്റൂമായി. ഇത് കൂടാണ്ട് പുറത്തൊരു ബാത്റൂം വേറെയും വരുന്നുണ്ട്. ഇനി വർക്ക് ഏരിയൻ്റെ പുറത്ത് ഷീറ്റൊക്കെ ഇട്ട് ഇറക്കിയിട്ട് ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് വർക്ക് ചെയ്താണ്. അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനും വസ്ത്രങ്ങൾ അലക്കാനുള്ള ഏരിയയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പുറംഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ തെങ്ങുകളുണ്ട്, അതുപോലെ തന്നെ മാന്തോളി, നാരങ്ങ, അങ്ങനെയുള്ള പ്ലാവ്, അങ്ങനെയുള്ള കുറച്ച് മരങ്ങളൊക്കെ ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സൗകര്യമുണ്ട്. 14.5 സെൻറ്റ് സ്ഥലത്ത് ഈ 3 ബെഡ്റൂമുള്ള നല്ലൊരു വീട് ഒന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ചൊർക്കൂട്ടാവുന്നതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും വീടിനില്ല. ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. 55 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്ലോട്ടുള്ളത് മെയിൻ റബ്ബറൈസ് റോഡിന് ചാരിയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. 14.5 സെൻറ്റ്. 55 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആളുകൾ നിൽക്കണം. മെയിൻ റബ്ബറൈസ് റോഡിന് ചാരിയിട്ടുള്ള പ്ലോട്ടാണ്. 14.5 സെൻറ്റ് സ്ഥലമുണ്ട്. സ്ഥലം 5 സെൻറ്റോ 6 സെൻറ്റോ അല്ല, 14.5 സെൻറ്റ് സ്ഥലം. ഇതുണ്ടോ? ഇതിൻ്റെ ഒരു അതിര് വരുന്നത് മെയിൻ റോഡാണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇനിയും ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാനുണ്ട്. ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.